സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ജ്യോതിസ് ചെറുശ്ശേരിൽ സെൻറ്റ് സെബാസ്റ്റ്യൻസ് കൂടരഞ്ഞി ഇടവകയുടെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഞാൻ സേവനം ചെയ്യുന്നു. പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഈ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിലൂടെ കടന്നുപോയ ദൈവജനം അവരുടെ അനുഭവങ്ങൾ നേരിട്ടും അല്ലാതെയും പങ്കുവച്ചപ്പോൾ അവരനുഭവിച്ച ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഈ ഇടവക മുഴുവൻ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഈ ഇടവകയിലേക്ക് കടന്നു വന്ന എല്ലാ വിൻസെൻഷ്യൻ വൈദികരെയും സമർപ്പിതരെയും ഞാൻ ഈ ഇടവക ജനത്തിന് വേണ്ടി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ധാരാളം ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഇടവകയ്ക്ക് പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ കിട്ടിയ അനുഭവം എന്നും നിലനിൽക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എപ്പോഴും നിലനിൽക്കുവാനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ധൂർത്തപുത്രൻ അവനും ഒരു വെളിച്ചം കണ്ടു. പന്നിപ്പൊഴികൾ കിടന്നപ്പോഴാണ് അവൻ ആ വെളിച്ചം കണ്ടത്. അവൻ പിതാവിൻ്റെ പക്കലേക്ക് നടന്നെടുക്കുന്നുണ്ട്. സക്കേവൂസ് ഈശോയെ കാണുവാനായിട്ട് സിക്കമർ മരത്തിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. സിക്കമർ മരത്തിൻ്റെ മുകളിൽ നിന്നും അവൻ താഴെ ഇറങ്ങി ഈശോയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു അത്. ഞാൻ ആരുടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ അവനോട് ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മെ നോക്കി ഇന്ന് നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ദൈവം ഇന്ന് നമ്മെ നോക്കി ഇന്ന് നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു, നിന്റെ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു ദിവസമാണിന്ന്. തമ്പുരാൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമ്മൾ തയ്യാറായാൽ, ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ സക്കേവൂസ്, പാപത്തിൻ്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ ബർത്തേമിയോസ്, ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലിരുന്ന് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ളൊരു അവസരമാണിത്. അങ്ങനെയാണ് നമ്മൾ ഭൂമിയുടെ ഉപ്പായി മാറേണ്ടത്. ഭൂമിയുടെ ഉപ്പായിട്ട് നമ്മൾ മാറണം. ഈ സക്കേവൂസിൻ്റെ ജീവിതത്തിലെ കഥയ്ക്കൊരു 2ാം ഭാഗമുണ്ട്. ബൈബിളിലില്ലാത്തൊരു 2ാം ഭാഗമാണ്. സക്കേവൂസ് ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ഇന്നലെ വരെ അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം അവൻ ജീവിതത്തിൽ അനുഭവിക്കുക. ഒരിക്കലും കിട്ടാത്ത ഒരു ആത്മസംതൃപ്തി അവൻ്റെ ജീവിതത്തിലുണ്ട്. വളരെ സന്തോഷകരമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്ന അവസരത്തിൽ നാളുകൾ കഴിയുമ്പോൾ ചില അസ്വസ്ഥതകളൊക്കെ ഉടലെടുക്കുകയാണ്. കാരണം വീട്ടിലേക്കുള്ള വരുമാനം കുറഞ്ഞു. വീട്ടിലേക്ക് കഴിഞ്ഞ നാളുകളിലൊക്കെ ഒത്തിരി സമ്പാദ്യം വരുമായിരുന്നു. അധാർമിക മാർഗത്തിലൂടെ അവൻ സ്വരുക്കൂട്ടിയ സമ്പാദ്യങ്ങൾ അത് ധാരാളിത്തത്തോടെ ചെലവഴിച്ചുകൊണ്ടാണ് അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളായി. കാരണം ആഴ്ചയിൽ 2 പ്രാവശ്യം അവർ ലുലു മാളിലും ഹൈലൈറ്റ് മാളിലും പോയിട്ട് ഷോപ്പിംഗ് നടത്തി ആഡംബരപുറം ജീവിച്ചവരായിരുന്നു. കാശ് കുറഞ്ഞപ്പോൾ അത് സാധിക്കാതെ വന്നു. അന്നേരം അയലക്കത്തെ സ്റ്റേഷനറി കടയിൽ ആദ്യം പോകാൻ തുടങ്ങി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ റേഷൻ കട എവിടെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കാരണം വരവ് കുറഞ്ഞു. കാരണം 2 അറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആഴ്ചയിൽ 2 ദിവസം 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരായിരുന്നു അവർ. എന്നാൽ അങ്ങാടിയിലുള്ള കുമാരൻ്റെ തട്ടുകടയിൽ പോയി ചായ കുടിക്കാനായിട്ട് വല്ലപ്പോഴും അവരിപ്പോൾ സമയം കണ്ടെത്തുകയാണ്. കാരണം കയ്യിൽ കാശില്ലാന്നായി. പക്ഷേ സക്കേവൂസിന് ഇതൊന്നും പ്രശ്നമല്ലായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത സന്തോഷം അവനിങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് അവനിങ്ങനെ നടന്ന് നീങ്ങി മുന്നോട്ട് പോകുകയാണ്. പക്ഷേ വീട്ടിൽ വീണ്ടും പ്രശ്നമാണ്. ഭാര്യ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി.
ഈ മനുഷ്യൻ ഏത് നേരത്താ കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് തുടങ്ങിയത്? ജീവിതമാകെ അസ്വസ്ഥത നിറഞ്ഞിരിക്കുക. അവൾ ഓരോന്ന് പറഞ്ഞ് സക്കേവൂസിനോട് വഴക്കടിക്കാനായിട്ട് തുടങ്ങി. പലപ്പോഴും സക്കേവൂസ് മിണ്ടാതെ മാറിപ്പോകുന്നു. പക്ഷേ ചില സഹികെട്ട നിമിഷങ്ങളിൽ അദ്ദേഹം എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു. വീട്ടിൽ വഴക്കായി. ഈ വീട്ടിൽ വഴക്കായി കുറച്ച് കഴിയുമ്പോൾ സക്കേവൂസ് എങ്ങോട്ടും നടന്നു പോകുന്നത് കാണാം. എവിടേക്കാണ് പോകുന്നതെന്ന് ആരും അറിയില്ല. കുറേ കഴിയുമ്പോൾ ഈ മനുഷ്യൻ വളരെ ശാന്തനായിട്ട് തിരികെ വരുന്നുണ്ട്. പലവട്ടവും ഇതിങ്ങനെ ആവർത്തിച്ചു. വീട്ടിൽ വഴക്കുണ്ടാകുന്നു. പലപ്പോഴും സക്കേവൂസ് മിണ്ടാതിരിക്കും. പക്ഷേ സഹികെട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ എന്തൊക്കെയും പറഞ്ഞ് വഴക്കായി. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും. സക്കേവൂസ് ദൂരേക്ക് എങ്ങോട്ടോ നടന്നു പോകുന്നു. അല്പം കഴിയുമ്പം തിരിച്ചു വരുന്നു. ഭാര്യയ്ക്ക് സംശയമായി. ഇയാൾ ഏത് മനുഷ്യൻ്റെ അടുത്തേക്കാണ് പോകുന്നത്? ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? ഏത് അവളുടെ അടുത്തേക്കാണ് പോകുന്നത്? ഈ മനുഷ്യൻ ഇത്ര ശാന്തനായിട്ട് എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? ഒരു ദിവസം സക്കേവൂസിൻ്റെ ഭാര്യ തീരുമാനിച്ചു, ഒന്ന് ഒളിച്ച് ഈ സക്കേവൂസിൻ്റെ പുറകെ ഒന്ന് നടന്നു നോക്കാം, എവിടെയാണ് ഈ മനുഷ്യൻ പോകുന്നതെന്ന്. ഏതവളുടെ അടുത്തേക്കാണ് ഈ മനുഷ്യൻ പോകുന്നതെന്ന് നോക്കുവാൻ വേണ്ടി ഒരു ദിവസം സക്കേവൂസിൻ്റെ ഭാര്യ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ അന്നും സക്കേവൂസ് എവിടേക്കോ നിശബ്ദനായി ഇങ്ങനെ യാത്രയാകുകയാണ്. അല്പദൂരം മാറി ഭാര്യയും ഈ മനുഷ്യനെ പിന്തുടരുകയാണ്. സക്കേവൂസ് നടന്ന് ചെന്ന് പോയത് അവസാനം ഈ ഭാര്യ നോക്കുമ്പോൾ പഴയ സിക്കമുർ മരത്തിൻ്റെ ചുവട്ടിലേക്കാണ് ആ മനുഷ്യൻ നടന്നു നീങ്ങിയത്. അതിൻ്റെ ചുവട്ടിൽ അല്പസമയം പ്രാർത്ഥനാപൂർവ്വം ഇരുന്ന ആ മനുഷ്യൻ ശാന്തനായിട്ട് തിരിച്ചു വരുന്നു. ആ മനുഷ്യൻ ഒന്നും അറിയത്തില്ലാത്തവനെ പോലെ, ഒന്നും സംഭവിക്കാത്തവനെ പോലെ വീട്ടിൽ ശാന്തനായിട്ട് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവം നമ്മളെ സ്പർശിച്ചൊരു ഇടമുണ്ട്. ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ആ ഇടത്തേക്കൊന്ന് കടന്നു ചെല്ലുവാനായിട്ട് അല്പസമയം ആ ദൈവത്തോടൊപ്പം ആയിരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഈ കൺവെൻഷനിൽ, ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിനിടയ്ക്ക് ദൈവം നിങ്ങളെ സ്പർശിച്ചത് ഒരുപക്ഷെ കുംഭസാരക്കൂട്ടിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ ഒരു വചനമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കേട്ട ഏതെങ്കിലും ഒരു സാരോപദേശ കഥയായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സംഭവമായിരിക്കാം. നിങ്ങളെ ഹൃദയത്തിൽ സ്പർശിച്ച, നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്പർശിച്ച എന്തോ ഒന്ന് നിങ്ങളുടെ ഈ ജീവിതവും ഈ ധ്യാനവും തമ്മിൽ ബന്ധപ്പെട്ടുണ്ട്. അത് മനസ്സിൽ നിങ്ങൾ കുറിച്ചിടണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മൾ ഈ പാപത്തിൻ്റെ പുറങ്കുപ്പായമൊക്കെ വലിച്ചെറിഞ്ഞാലും 4 ദിവസം കഴിയുമ്പോൾ നമ്മളൊന്ന് പൊടി തട്ടി വീണ്ടും അതിലേക്ക് എടുത്തിട്ട് ധരിക്കുന്നവരാ. എത്രയോ ധ്യാനം നമ്മൾ കൂടിയിട്ടുണ്ട്, എത്രയോ നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടില്ലേ? പരാജയപ്പെടാതിരിക്കുവാനായിട്ട് സക്കേവൂസിൻ്റെ ജീവിതം കാട്ടിത്തന്നൊരു സിക്കമൂർ മരമുണ്ട്. ഇതുപോലെ ഈ ധ്യാനം നമ്മളെ സ്പർശിച്ചൊരു ഇടമുണ്ട്. ആ ഇടത്തെ തിരിച്ചറിഞ്ഞ് മനസ്സിൽ കോറിയിടണം. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ആ ഇടത്തേക്കൊന്ന് യാത്ര ചെയ്ത് അല്പസമയം ആ ഇടത്തുനിന്ന് ഇരിക്കാനായിട്ട്. ചിലപ്പോൾ അത് കുമ്പസാരക്കൂടായിരിക്കാം, ചിലപ്പോൾ ഒരു വചനമായിരിക്കാം. ആ വചനത്തിലൊന്ന് ധ്യാനിക്കാൻ, വീണ്ടും ഹൃദയം നൊന്നൊന്ന് കുമ്പസാരിക്കാനായിട്ട്, കണ്ണീരോടെ കുമ്പസാരക്കൂടിനെ ഒന്ന് അടയുവാനായിട്ട് നമ്മൾക്ക് കഴിഞ്ഞാൽ ഈ ജീവിതം നമ്മുടെ ജന്മ നവീകരണത്തിൻ്റെ വലിയൊരു അവസരമായിരിക്കും. ലോകത്തിൻ്റെ പ്രകാശമാകുന്നത് പോലെ തന്നെ ഭൂമിയുടെ ഉപ്പാകുവാനായിട്ട് നമ്മെ സുവിശേഷം ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, ഉപ്പിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല രുചിക്കൂട്ടാണ്. എൻ്റെ സാന്നിധ്യം നാളെ മുതൽ മറ്റുള്ളവർക്ക് നല്ലൊരു രുചിക്കൂട്ടായി മാറാൻ, എൻ്റെ സംസാരം, എൻ്റെ ഇടപെടലുകൾ മറ്റുള്ളവർക്ക് മാധുര്യം പകരുന്നതായി, രുചി പകരുന്നതായി മാറുവാനായിട്ട്. ഉപ്പ് മുറിവുണക്കുന്നതാണ്, സൗഖ്യം പകരുന്നതാണ്. നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ഇടപെടലും മറ്റുള്ളവർക്കൊരു സാന്നിധ്യമാകുകയും നല്ല നന്മയുടെ സാന്നിധ്യമായി മാറുവാനായിട്ട്. ഉപ്പെന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ ശാസ്ത്രീയ നാമം സോഡിയം ക്ലോറൈഡാണ്. ഈ സോഡിയം ക്ലോറൈഡ് ഒന്നിച്ചു ചേരുമ്പോഴാണ് ഇത് ഉപ്പായി മാറുന്നത്. ഈ സോഡിയവും ക്ലോറിനും ഇത് തമ്മിൽ രണ്ടായി നിന്നാൽ രണ്ടും വളരെ സ്ഫോടക വസ്തു, വളരെ അപകടകാരികളാണ്. നമ്മളിപ്പോൾ എങ്ങനെയാണ് വിഘടിച്ച് നിന്നാൽ അപകടകാരികളാണ്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ രുചിക്കൂട്ടുള്ള ഉപ്പായി മാറുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള, ദൈവത്തിൻ്റെതായി ജീവിക്കുവാനുള്ള വലിയൊരു ആഹ്വാനമായിട്ട് ഈ ധ്യാനത്തെ, ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെടുക്കാം. നമ്മുടെ ജീവിതത്തിനൊരു പുതിയ തുറക്കം ഇന്ന് ഈ ഗ്രൗണ്ടിൽ വെച്ച് തുടങ്ങുവാനായിട്ട് ഈ 6 ദിവസത്തെ ധ്യാനം വലിയൊരു കാരണമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ദൈവകൃപകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയും ഈ ധ്യാന ടീം അംഗങ്ങളെ ഒരിക്കൽ കൂടെ രൂപതയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നീ
എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നീ എൻ ദൈവം. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അടിയനിതാ ദേവാ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. ചേർന്ന് പാടിക്കേ. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പാടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ പ്രാർത്ഥിക്കാൻ മറ്റൊരവസരം നിനക്ക് കിട്ടണമെന്നില്ല. നിന്റെ വലതും ഇടതും മുമ്പിലും പുറകിലും നിൽക്കുന്ന വ്യക്തി എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്നല്ല നിനക്കല്ല അഭിഷേകം വേണ്ടത്. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, ഒരു ആത്മീയ പകർച്ച ഈ പരിശുദ്ധാൽത്താരിൽ നിന്ന് ഈ മണ്ണിലേക്ക്, ദൈവ മക്കളിലേക്ക് വെളിപ്പെടുന്ന സമയം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, നാവ് തുറന്ന് ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ഒരു കൊടുങ്കാറ്റായി, ഒരു ദൈവമക്കളിലേക്ക് അഭിഷേകം ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. കൈയടിച്ചേ, പോരാ, നല്ല കൈയടി, ശക്തിയോടെ. ഓ പരിശുദ്ധാത്മാവ്, ഈ കൂട്ടായ്മയിൽ കാണപ്പെടുന്ന ഒരടയാളം, കാണപ്പെടുന്ന ഒരു അത്ഭുതം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചൊരിയണം. ആഗ്രഹിച്ച് കൈയടിച്ച പോരാ, നല്ല കൈയടി, ശക്തിയോടെ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കട പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കട പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തികളുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ആഗ്രഹിക്കട്ടെ. കൈയടിച്ചേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, ശക്തിയോടെ. പോരാ, നല്ല കൈയടി. കരങ്ങൾ താഴ്ത്തി കൈയടിക്കാം. കൈകാലുകളിലേക്ക് അഭിഷേകം വെളിപ്പെടട്ടെ.
അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ആത്മാവിൻ തീയെ സ്വർഗീയത്തീയെ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായി യേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഈശോ ഈശോയേ, ഈശോ ഈശോ ഈശോ. കൈയടിച്ചേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിഞ്ഞ് കൈയടിച്ചേ. വരാം. ഈ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഇനിമേൽ ഈ ശരീരം പാപത്തിന്റെ അടിമത്തത്തിനുള്ളതല്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ശരീരമാണ്. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ. എങ്ങനെ? തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ. രണ്ട് കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി, നാവ് തുറന്ന് ഹൃദയം തുറന്ന് ദൈവജനം ഒരുമിച്ച് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. പിതാവേ, പരിശുദ്ധാത്മാവേ, ഓ ദ റിയൽ പവർ, ഹോളി സ്പിരിറ്റ് ഓരോ വ്യക്തിയുടെ മേലും അതിശക്തമായിട്ട് വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ദൈവിക ശക്തി ഓരോ വ്യക്തികളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഭാരങ്ങൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നു. ദൈവശക്തി നിന്റെ ശരീരത്തിൽ വെളിപ്പെടുന്നു. ഓ സഹോദര സഹോദരി, ആ പരിശുദ്ധ അൾത്താരിൽ നിന്നുള്ള ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം വിശ്വസിക്കൂ, പരിശുദ്ധാത്മാവ് എന്നെ ഭരിക്കുന്നു. ഹോളി സ്പിരിറ്റ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചോളൂ. പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ സമാപന മണിക്കൂറുകളിൽ പരിശുദ്ധ അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തമായ ചില ബോധ്യങ്ങളും അനുഗ്രഹങ്ങളും തന്നു കഴിഞ്ഞു. അത് നീ ഏറ്റെടുക്കുകയാണ്. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. പ്രത്യേകിച്ച് ചില അടിക്കടി ആവർത്തിക്കുന്ന ചില പാപമേഖലകൾ ഇനിമേൽ ചെയ്യില്ല എന്നുള്ള തീരുമാനങ്ങൾ ഉറപ്പിക്കണം. മദ്യപാനിയായിട്ടുള്ള സഹോദര, നിന്റെ തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. നാവിന്റെ ദുരുപയോഗമുള്ള ചീത്തവാക്ക് പറയുന്ന, കുറ്റപ്പെടുത്തുന്ന, പരിഹാസവാക്കുകൾ പറയുന്ന, മറ്റുള്ളവരെ വിധിക്കുന്ന നിന്റെ നാവിനെ പരിശുദ്ധാത്മാവിന് മുതൽ നിയന്ത്രിക്കട്ടെ. എപ്പോഴും തെറ്റായി ചിന്തിക്കുന്നതിന്റെ ചിന്താഗതികളെ പരിശുദ്ധാത്മാവിന് മുതൽ നിയന്ത്രിക്കട്ടെ.
മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ ഉള്ള, മൊബൈൽ ഫോണിന്റെ അടിമത്തത്തിൽ കഴിയുന്ന അനേകരുണ്ട്. വിശ്വസിക്കൂ, ഇനി മുതൽ ഞാൻ പരിശുദ്ധാത്മാ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കൂ. പരിശുദ്ധാത്മാ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കൂ. ഏറ്റെടുക്കണം. ആരോടെങ്കിലും ഇനിയും വെറുപ്പോ വിരോധമോ അസ്വസ്ഥതയുണ്ടെങ്കിൽ ഒറ്റ കാര്യം, പരിശുദ്ധാത്മാ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ. പരിശുദ്ധാത്മ ശക്തിക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഈ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് നിന്നിലേക്ക് അഭിഷേകമായിട്ട് ഒഴുകിയിറങ്ങുന്ന സമയം വിശ്വസിക്കൂ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ച്, ആത്മാവേ എന്റെ മേൽ ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഓ ഹോളി സ്പിരിറ്റ്, അളവില്ലാതെ എന്നിൽ നിറയണമേ. സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിളിച്ചേ പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ഓരോ വ്യക്തിയും കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ആഗ്രഹിച്ച്, പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 അധികമായി എന്നിൽ നിറയണമേ. നിന്റെ ബലഹീനത, നിന്റെ ദുഃഖം, നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പറന്നിറങ്ങട്ടെ. ആഗ്രഹിക്കട്ടെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിന്റെ ജീവിത വഴികളിൽ ഇനി മുതൽ ഒരു പുത്തൻ അഭിഷേകമാണ്. ഇതാ ഈ 2025 നവംബർ മാസത്തിന്റെ അനുഗ്രഹീത ദിനത്തിൽ ഈ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ നീ ഉള്ളുരുകി വിശ്വസിക്കണം, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് അളവില്ലാതെ എന്നിൽ നിറയുന്നു. അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. ഓ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ഷിൻഡോ ചുരുളിയിൽ. ഞാൻ ഈ ഇടവകയിലെ കാറ്റഗിസത്തിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളായി ഞങ്ങൾ ഈ ഇടവക സമൂഹം ഒരു വ്യത്യസ്തമായ അനുഭവത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. നമുക്കറിയാം, വളരെ തിരക്കിൽക്കിടയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ സ്വയം ഒന്ന് നവീകരിക്കാനുള്ള ഒരു വലിയ അവസരം നമുക്ക് ഈ ദിവസങ്ങളിൽ കിട്ടി. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം ഈ മിഷൻ ധ്യാനത്തിന് നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ധ്യാനത്തിൽ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം തന്നെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ഇരിപ്പിടങ്ങൾ ഒരുക്കി അവർക്ക് പ്രത്യേക സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരെ പ്രത്യേകമായിട്ട് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. അതെന്നും അവർക്ക് അവരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കും.
അതുപോലെ തന്നെ ഞാൻ ഈ സെൻറ്ററിൻ്റെ നമുക്ക് 4 സെൻറ്ററുകളിലായിട്ടായിരുന്നു ധ്യാനം നടന്നിരുന്നത്. പള്ളിയോട് ചേർന്നുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻസ് നഗർ എന്ന സെൻറ്ററിലെ കൺവീനറായിരുന്നു ഞാൻ. ഏകദേശം 22 യൂണിറ്റുകളായിരുന്നു ഇതിടെ പങ്കെടുത്തിരുന്നത്. അതിൽ നിന്ന് ഏകദേശം 750-ലധികം അംഗങ്ങളാണ് ഓരോ ദിവസവും ധ്യാന ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്തിരുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും അംഗങ്ങളുടെ എണ്ണം കൂടി വരികയുണ്ടായി. അവസാന ദിവസത്തേക്ക് വരുമ്പോഴേക്കും എല്ലാവരുടെയും സജീവമായിട്ടുള്ള പങ്കാളിത്തം ഇതിനുണ്ടായിരുന്നു. ഏറ്റവും പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങൾ ഒരുമിച്ച് നിന്ന്, മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നയിച്ചത്, അവസാന ദിവസത്തെ പ്രാർത്ഥനകളെല്ലാം ഏറെ മനോഹരമായിരുന്നു. ഏറെ പ്രത്യേകമായിട്ടും എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. ഈ ധ്യാനം ഇവിടെ വരുന്നത് ശരിക്കും താമരശ്ശേരി രൂപതയുടെ റൂബി ജൂബിലിയുടെ ഭാഗമായിട്ടാണ്. 40 ഇടവകളിലായിട്ട് ധ്യാനം ക്രമീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടരഞ്ഞി ഇടവകയിലും ധ്യാനം നടത്താനായിട്ട് തീരുമാനിക്കുന്നു. അന്ന് ധ്യാനം ബുക്ക് ചെയ്തത് അന്നത്തെ ഇതിനു മുമ്പുണ്ടായിരുന്ന വികാരിയച്ഛനായിരുന്ന റോയ് തേക്കങ്കാട്ടിൽ അച്ഛനാണ്. അതിനുശേഷം ഇപ്പോഴത്തെ വികാരിയച്ഛൻ ബിനോയ് പുരയിടത്തിലച്ഛനാണ് ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത്. അച്ഛനും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ ജ്യോതിസ് അച്ഛനൊക്കെയാണ് ഇതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നത്. അപ്പം ഈ അവസരത്തിൽ അവർക്കും ഒപ്പം നമ്മുടെ ധ്യാനത്തിന് നേതൃത്വം നൽകിയ ജോജോ അച്ഛനും ടീമിനും ഏറെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുകയാണ്. എൻ്റെ പേര് സിജോ. ഞാൻ കൂടരഞ്ഞി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ ദേവാലയ ശുശ്രൂഷയാണ്. 13 വർഷമായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്തു വരുന്നു. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ നല്ല ഓർമ്മകൾ, നല്ല മനോഹരമായ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷം 40 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഞാൻ ദേവാലയ ശുശ്രൂഷ ആയിരിക്കുന്ന ഈ സമയത്തും ഒരു 40 വർഷം ശേഷമാണ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ വീണ്ടും പങ്കെടുക്കാൻ ഇടവന്നത്. എന്തുകൊണ്ടും വളരെ നല്ല ഒരു ധ്യാനമാണ് ഈ കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ഇടവകയിലെ 95 എന്ന് തന്നെ പറയാം, 95% ആളുകളും പങ്കെടുത്ത ഒരു ധ്യാനമാണ്. 4 സെൻറ്ററുകളിലായിട്ട് നടത്തപ്പെട്ട ഈ ധ്യാനത്തിൽ എല്ലാവിധ ആളുകളും വളരെ പങ്കാളിത്തത്തോടുകൂടി പങ്കെടുക്കുകയുണ്ടായി. ഇതിൻ്റെ അവതരണ ശൈലി കൊണ്ടും പ്രത്യേകമായ ധ്യാന ക്ലാസ്സുകൾ കൊണ്ടും ഭജനം പഠിപ്പിക്കൽ കൊണ്ടൊക്കെ വളരെ മറ്റ് ധ്യാനങ്ങളിലെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് മുന്നേറിയ ഒന്നാണ്. കാരണം എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് ധ്യാനങ്ങൾ കാണുകയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് വചനം പഠിപ്പിക്കുന്നതിലൂടെയും ആളുകളെ പങ്കാളിത്തം കൊണ്ടും കുടുംബങ്ങളെയൊക്കെ ഒരുമിച്ച് നിർത്തി, പിള്ളേരെയൊക്കെ ഒരുമിച്ച് നിർത്തി, അങ്ങനെയുള്ള ഒരു പ്രത്യേക ശൈലിയിലൂടെ അവതരിപ്പിച്ച ഈ ധ്യാനം വളരെ നല്ല അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുപോലെ ഇടവക ജനങ്ങൾക്കും അവരുടെ പങ്കെടുത്തവരുടെ മുഖഭാവങ്ങളിൽ നിന്നും അവരുടെ സംസാരത്തിൽ നിന്നെല്ലാം ഈ ധ്യാനം വളരെ വിജയപ്രദമായിരുന്നു, അവർക്കൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു എന്ന് വളരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്കും വളരെ നല്ല ഒരു അനുഭവമാണ് ഈ ധ്യാനം സമ്മാനിച്ചിട്ടുള്ളത്.